Good morning. Good morning, ma'am. Good morning. Good morning, ma'am. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. Prayer. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Thank you, ma'am. Okay. Then thought of the day sign it ചെയ്തോളൂ കേട്ടോ. Miss signing. Just നമ്മുടെ 5 ഫിംഗറിന്റെ പ്രോമിസ് പറയാമേ. Thumb says, be safe with hands and with feet. Keep your body calm in chair and on street. Pointer says, listen when someone talks loud. Says on the speaker, make teacher proud. Middle finger says, be kind in work and in play. Works can build up or run a day. Ring finger whispers, tag your best. Mistakes are how we pass the test. Pinky finger says, help when friends are stuck. Teamwork turns bad. Taste good luck. Close your fist. These 5 hold tight. Our class promise done just right. Thank you. Okay. Miss thought of the day. Always end the day with a positive thought. No matter how hard things were, tomorrow's a fresh opportunity to make it better. Okay. Good morning, ma'am. Good morning. ശനിയാഴ്ച നിങ്ങൾക്ക് സാറ്റർഡേ ഫോണറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടല്ലേ രാവിലെ? ഉച്ചയ്ക്ക് ഞാനൊരു ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകോ? ഉച്ചയ്ക്ക് അപർണ മിസ് വെച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഫോണറ്റിക്സിന്റെ ക്ലാസ്? അതെ മിസ്. അതായത് അടുത്ത ആഴ്ച നമുക്ക് മുഹറം വരുന്നുണ്ട്. വ്യാഴാഴ്ചയാണത്. കലണ്ടർ കണ്ടായിരുന്നോ നിങ്ങള്? അപ്പൊ ചിലപ്പോ അവധിയാകുമെന്നൊരു സംശയമുണ്ട്. വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാ വ്യാഴാഴ്ച തോന്നുന്നു. വെള്ളിയോ വ്യാഴമോ? ശനിയാഴ്ച വേണ്ടെന്നാണോ പറയുന്നത്? ശനിയാഴ്ച വേറെ ക്ലാസ് ഉണ്ട് മാം. അല്ല, രാവിലെ അല്ലേ ക്ലാസ്? അല്ല, ഉച്ച കഴിഞ്ഞ്. അപർണ മിസ് 1:30 വെച്ചിട്ടുണ്ട് മാം. ഈ വരുന്ന ശനിയാഴ്ച 1:30 അപർണ മിസ്സിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അടുത്ത ശനിയാഴ്ച ആണെങ്കിലോ? നെക്സ്റ്റ് വീക്ക്. അപ്പൊ കുഴപ്പമുണ്ടോ? രാവിലെ പൊളിറ്റിക്സിന്റെ ക്ലാസ്സും ഉച്ചയ്ക്ക് എന്റെ ക്ലാസ്സും ഒക്കെയാണോ? ഓക്കെയാണ് മാം. ഓക്കെ ആണല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാം. ഈ ശനിയാഴ്ച അല്ല കേട്ടോ, അടുത്ത ശനിയാഴ്ച നമുക്ക് നോക്കാം. ഓക്കെ. അത് ഒരു ദിവസം അവധി വരുന്നോണ്ടാണ്. നമുക്ക് ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വെക്കേണ്ട കാര്യമില്ല. അന്നാണ് പ്രാക്ടിക്കലിന്റെ ഡേറ്റ് തന്നേക്കുന്നത് 27ന്. 27ന് തന്നിട്ടുണ്ടോ? അപ്പൊ ക്യാൻസൽ ആയില്ലേ? 20 ക്യാൻസൽ ആയില്ലേ? 20 ക്യാൻസൽ ആയിട്ട് 27 ആണ് പിന്നെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്. 27ന് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ?
ഓക്കെ ഓക്കെ. വെള്ളിയാഴ്ചയാണെങ്കിലോ? വ്യാഴം വെള്ളി അല്ലെ? ഏതെങ്കിലും ഒരു വ്യാഴം ചിലപ്പോ ഇനി അടുത്ത ആഴ്ച വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളി നമുക്ക് വെക്കാം കേട്ടോ. ഒരു ആഫ്റ്റർനൂൺ ആയിരിക്കും കേട്ടോ ക്ലാസ് ഉണ്ടാവുക. ചിലപ്പോ 2 മണി തൊട്ടൊക്കെ ആയിരിക്കും, പറയാം കറക്റ്റ് ആയിട്ട്. നമുക്ക് നോക്കാം എത്രത്തോളം എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ എടുത്തത്? സൗണ്ട് പൊല്യൂഷൻ ആണോ? കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല മിസ്സേ, എടുക്കണം. ഡിഫൻസ് എക്യുപ്മെന്റ് വരെ പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞു മിസ്സേ. ഓക്കെ. അപ്പൊ കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അതിനകത്ത് ടിയർനെസ് എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. ഡഫ്നെസ് എന്നാണ് കേട്ടോ, ബധിരത എന്ന് പറയും, കേൾവിയില്ലായ്മ. അതൊന്ന് തിരുത്താട്ടോ നിങ്ങള്. ടിയർനെസ് കിട്ടിയിട്ട് എന്ത് ചെയ്യുക, ഡഫ്നെസ് എന്നാക്കുക. DEAFNESS അങ്ങനെ ആക്കാം കേട്ടോ. ഒരാളൊന്ന് വായിച്ച് കോൺസിക്വൻസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. ഞാൻ വായിക്കാം. Consequence of sound pollution. Consequence of sound pollution: deafness, effect on pregnant women, effect on nervous system, efficiency of individuals. ഓക്കെ, അപ്പോ സൗണ്ട് പൊല്യൂഷന്റെ പ്രത്യാഘാതങ്ങളാണ് ഒന്ന് കേൾവിശക്തി ഇല്ലായ്മ, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൺ അതായത് ഗർഭിണികളെ ദോഷകരമായിട്ട് ബാധിക്കുന്നു, പിന്നെ നെർവസ് സിസ്റ്റം നമ്മുടെ നാഡി വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു, ദെൻ എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ് അതായത് ആളുകളുടെ കാര്യക്ഷമതയെ കാര്യമായിട്ട് ബാധിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് എന്ത് സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. എളുപ്പമാണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? ഓക്കെ, അടുത്തത് റേഡിയേഷൻ പൊല്യൂഷൻ ആണ് കേട്ടോ. റേഡിയേഷൻ പൊല്യൂഷൻ ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്തോളൂ, കോൺസിക്വൻസ് വരെ റീഡ് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Radiation pollution. Radioactive materials are most toxic as compared to organic poisons. Nuclear war materials, test explosions, working of power plants, and the use of radioisotopes in medicines, industry, and research are the main sources of radioactive pollution that could threaten or demean the quality of the environment. Cause of radiation pollution: natural processes, human activities. Consequence of radiation pollution: active effects, late effects. മിസ് അടുത്ത ഈ വേണ്ടല്ലോ, അത് വേണ്ട. അപ്പോ റേഡിയേഷൻ പൊല്യൂഷൻ എങ്ങനെയാ ഉണ്ടാകുന്നേ? റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മൂലമല്ലേ ഉണ്ടാകുന്നേ? ആണോ? ടോക്സിക് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അല്ലെ? റേഡിയോ ആക്റ്റീവ് കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലെ? റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് പരിസ്ഥിതിക്ക് വളരെ ഹാനികരമാണ്, ദോഷകരമാണ്. ആണവായുധങ്ങള്, അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് അതായത് ആണവ പരീക്ഷണങ്ങള്, പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങള്, മെഡിസിൻസ്, അതുപോലെ തന്നെ വ്യവസായം, റിസർച്ച് ഗവേഷണം എന്നിവയിൽ ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പുകൾ ആണ് പ്രധാനമായിട്ടും റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ റേഡിയോ ഐസോട്ടോപ്പുകളാണ് അല്ലെ? നമുക്കറിയാം ക്യാൻസർ ചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? കാർബൺ 14, കൊബാൾട്ട് 14 എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസർ ചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് റേഡിയോ ആക്റ്റീവ് എന്താ പറയാ ഐസോട്ടോപ്പുകളാണ്. അപ്പോ അത് ഒക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ പരിസ്ഥിതിക്ക് റേഡിയേഷൻ പൊല്യൂഷൻ അതായത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആണവ പരീക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു, റിസർച്ചുകൾ ഉപയോഗിക്കുന്നു, മെഡിസിൻസ് ഉപയോഗിക്കുന്നു, ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നു. അപ്പോ ഇതൊക്കെ കൊണ്ട് എന്തുണ്ടാകുന്നു? നമ്മുടെ പരിസ്ഥിതിക്ക് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. രണ്ട് രീതിയിലാണ് റേഡിയേഷൻ പൊല്യൂഷൻ. ഒന്ന് നാച്ചുറൽ പ്രോസസ്സ്, മറ്റൊന്ന് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിദത്ത പ്രക്രിയകൾ, അതായത് നാച്ചുറൽ, അതായത് സ്വാഭാവികമായിട്ട് ഉടലെടുക്കുന്ന റേഡിയോ ഐസോട്ടോപ്പുകൾ ഭൂമിയിൽ, അതായത് വേറെ ആരുടെയും ഇന്ററാക്ഷൻ ഇല്ലാതെ സ്വാഭാവികമായിട്ട് രൂപം കൊള്ളുന്ന റേഡിയോ ഐസോട്ടോപ്പുകളാണ് നാച്ചുറൽ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മെഡിസിൻസ് കണ്ടുപിടിക്കുക, റിസർച്ച് ചെയ്യുക, ആണവ പരീക്ഷണങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ അതിലൂടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയും ഇത്തരത്തിലുള്ള റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? മിസ്, അപ്പൊ നാച്ചുറൽ പ്രോസസ്സിന് എക്സാമ്പിൾ? നാച്ചുറൽ പ്രോസസ്സിന് എക്സാമ്പിൾ ഒന്നും ഇല്ല. അത് രണ്ട് രീതിയിൽ അറിഞ്ഞിരുന്നാൽ മതി. നാച്ചുറൽ പ്രോസസ് എന്നും ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ട്. അത് ഒന്ന് ആക്റ്റീവ് എഫക്ട്സും രണ്ട് ലേറ്റ് എഫക്ട്സും ആണ്. ആക്റ്റീവ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്റ്റീവ് എഫക്ട്സ് അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന എന്താ പറയാ പ്രത്യാഘാതങ്ങൾ, സഡൻലി ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് ആക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. ലേറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ വൈകി, അതായത് പതുക്കെ സ്ലോലി ആയിട്ട് എന്താ പറയുന്നത് ദോഷകരമായിട്ടോ മനുഷ്യനായാലും വളരെ സ്ലോലി ആയിട്ട് ഒരു എന്താ പറയാ നമ്മള് ഇപ്പൊ ഒരാൾക്കിപ്പോ ഈ ഒരു റേഡിയേഷൻ പൊല്യൂഷൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അയാൾക്കായിരിക്കില്ല, അയാളുടെ കുഞ്ഞിനായിരിക്കും ചിലപ്പോ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണ് ലേറ്റ് എഫക്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കാസർഗോഡ് ഒരു സംഭവം ഉണ്ടല്ലോ, മറന്നുപോയല്ലോ. അത് ഇത് എന്തായിരുന്നു അത്? ഒരു ഇത് പറയുമല്ലോ പേര്. എന്താ? കീടനാശിനി ഉണ്ടല്ലോ, അതിന്റെ ഉപയോഗം കാരണം കുറെ കുട്ടികൾ എൻഡോസൾഫാൻ ദുരിതബാധിതര്. അത് ലൈറ്റ് എഫക്ട്സ് ആണ് കേട്ടോ. ലൈറ്റ് എഫക്റ്റിൽ വന്നിട്ടുള്ള ഒരിതാണ്. കാരണം അവരുടെ തലമുറകൾ തോറും ഇങ്ങനെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റേ എടുക്കുമ്പോ വികിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, എന്നാലും അതത്ര കുഴപ്പമുണ്ടാവില്ല. വേറെ മരുന്നുകൾക്കൊക്കെ ഞാനിപ്പോ പറഞ്ഞില്ലേ, ക്യാൻസർ ചികിത്സക്ക് കാർബൺ-14 എന്ന് പറയുന്ന ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കും, റേഡിയോ ഐസോട്ടോപ്പ്. പിന്നെ കൊബാൾട്ട്-40 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാല് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ചില വസ്തുക്കളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ഒന്ന് നോക്കാം. കുറച്ച് നിയമങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയാൽ നിങ്ങളത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഓക്കെ, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. The Air Prevention of Control of Pollution Act 1981. The Environmental Protection Act 1986. The Motor Vehicle Act 1988. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് വേറെ നമ്മൾ വിശദീകരിച്ച് പറയാനായിട്ടൊന്നുമില്ല. ആക്ടുകള് അതിന്റെ വർഷങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ എന്താണ് പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മേജർ ഗ്ലോബൽ എൻവയറൺമെന്റൽ ത്രെറ്റ്സ്, അതായത് ആഗോളതലത്തില് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്തത്. Major global environmental threats. Of the existing environment threats, the following are the major ones: depletion of ozone layer, greenhouse effect and global warming, deforestation, soil erosion, desertification and drought, pollution, air, water, land and sound, acid precipitation, rain, toxic waste disposal, resource deflection, deflection of groundwater, deflection of biological diversity, deflection of genetic variability,
deflection of ocean and resources, deflection of non-renewable resources, energy crisis, nuclear energy, radiation and synthetic fuel, biological weapons, research and nuclear arms race, conquering of the outer space. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സിൽ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആഗോള പരിസ്ഥിതി ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫ് ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ് ത്രെറ്റ്സ് ആർ ദ ഫോളോയിങ് ആർ ദ മേജർ വൺസ്. താഴെ പറയുന്നതാണ് പ്രധാനമായിട്ടും ആഗോളതലത്തില് പരിസ്ഥിതിക്ക് നിലനിൽക്കുന്ന ഭീഷണികൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അതായത് എന്താണ്, ഓസോൺ പാളിയുടെ ക്ഷയം. ഓസോൺ പാളി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലീഷൻ ചെയ്യല്ലേ ആണോ, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ, അതിന്റെ കനം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, തിന്നായിക്കൊണ്ടിരിക്കുകയല്ലേ. ആ യെസ്, അതായത് അമിതമായിട്ടുള്ള പരിസ്ഥിതി മലിനീകരണം മൂലം ഓസോൺ പാളിയുടെ ലെയർ എന്ത് ചെയ്യുന്നു, തിന്നായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതാണ് ഒന്ന് കേട്ടോ. ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹരിതഗ്രഹ പ്രഭാവം, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ആഗോള താപനം അല്ലെ, പഠിച്ചിട്ടില്ലേ, അതാണ് കേട്ടോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. then മൂന്നാമത്തത് ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് വനനശീകരണം, വനങ്ങള് അതായത് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്, അതായത് മരുഭൂമി എന്താണ് അതിന്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലാതാകുന്നത്, അതുപോലെ തന്നെ വരൾച്ച. ഓക്കെ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും മേജർ ആയിട്ടുള്ള ത്രെറ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു വായു, ജല, മണ്ണ്, അതുപോലെ തന്നെ ശബ്ദ മലിനീകരണങ്ങൾ. ഓക്കെ, പിന്നെ അഞ്ചാമത്തത് ആസിഡ് precipitation റെയിൻ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആസിഡ് മഴ, കേട്ടിട്ടുണ്ടാവും ആസിഡ് മഴ പെയ്യുന്നു. യെസ്, അതും വലിയൊരു ഭീഷണിയാണ് കേട്ടോ. കല്ലുമഴ, കല്ലുമഴ എന്നൊക്കെ പറയും, ആസിഡ് മഴ കേട്ടോ. ഓക്കെ, ഇപ്പോ ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ കല്ലുമഴ പെയ്യുന്നതായിട്ട് അത് നമ്മുടെ പരിസ്ഥിതിയിൽ ചേഞ്ച് വരുന്നതാണ് കേട്ടോ, അത് കാണിക്കുന്നതാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് അതൊക്കെ. പിന്നെ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ, അതായത് ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകള് നിർമ്മാർജ്ജനം, എന്താ പറയാ കൂടുതലായിട്ടുള്ള ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഏഴാമത്തത് റിസോഴ്സ് ഡിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഡിഫ്ലക്ഷൻ അല്ല ഡിപ്ലീഷൻ ആണ് കേട്ടോ, അതൊന്ന് നിങ്ങള് തിരുത്തുക കേട്ടോ. ഡിപ്ലീഷൻ, റിസോഴ്സ് ഡിപ്ലീഷൻ ആണ് കേട്ടോ. സ്പെല്ലിംഗ് പറയാം മിസ്സേ? ആ പറയാം, DEPLETION, DEPLETION, ഡിപ്ലീഷൻ. ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ വേർഡുകളൊക്കെ മാറ്റിയാ നിങ്ങൾ അതിന്റെ ഡിപ്ലീഷൻ ആക്കുക. ക്ഷയം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, പ്രകൃതി വിഭവങ്ങളുടെ ക്ഷയം. മനസ്സിലായോ? ക്ഷയിക്കുന്നതാണ് ഡിപ്ലീഷന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ആ ഡിപ്ലീഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂഗർഭജലം കുറഞ്ഞു വരുന്നത്, അതൊരു ഡിപ്ലീഷൻ ആണ്. ദെൻ ഡിപ്ലീഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യം കുറഞ്ഞു വരുന്നത്. ദെൻ ഡിപ്ലീഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി, എന്താണ് ജനിതക വൈവിധ്യത്തിന്റെ ക്ഷയം എന്ന് പറയും. അതായത് ജനിതകമായിട്ടുള്ള കുറേയധികം ഘടകങ്ങള് ഇല്ലാതായി പോവുക, ദാറ്റ് ഈസ് ജനറ്റിക് വേരിയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് വംശനാശ ഭീഷണി എന്നൊക്കെ പറയില്ലേ, കുറെ ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ദെൻ ഡിപ്ലീഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ്, അതായത് സമുദ്ര വിഭവങ്ങളുണ്ട്, ഓഷൻ റിസോഴ്സസ്, നമ്മുടെ മത്സ്യങ്ങള്, പിന്നെ കടൽ ജീവികള്,
അവരുടെയൊക്കെ എണ്ണത്തിൽ കുറവ് വരിക അല്ലെ. നമുക്ക് കടലിൽ ധാരാളം ജീവികളുണ്ട് അല്ലെ, പക്ഷെ മുമ്പത്തെക്കാളും ഏറെ ഇപ്പൊ എന്ത് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ കുറവുകള്. Then depletion of non-renewable resources, പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങള് ക്ഷയിക്കുന്നത്, അതായത് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ കുറവ് ഭൂമിയിൽ വന്നു തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ത്രെട്ട് എന്ന് പറയുന്നത് കേട്ടോ, റിസോഴ്സ് ഡിപ്ലീഷനിൽ വരുന്നത്. ഇനി എട്ടാമത്തെ നമുക്ക് നോക്കാം, എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. അതായത് നമുക്ക് എനർജി ക്രൈസിസ് ഉണ്ട്, അതായത് ഊർജ പ്രതിസന്ധി ഉണ്ട്, അതായത് ആണവോർജം, പിന്നെ അതുപോലെ തന്നെ വികിരണങ്ങള്, പിന്നെ കൃത്രിമ ഇന്ധനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് നമുക്ക് ധാരാളമായിട്ടുണ്ട്. പിന്നെ 9ാമത്തേത് ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആംസ് റേസ്. അതായത് നമ്മുടെ ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ഉണ്ടല്ലോ, അതായത് ജൈവായുധ ഗവേഷണം. അതായത് പല കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ മത്സരങ്ങൾ നടത്താറുണ്ട് അല്ലെ. ഒരു രാജ്യം ഇത് കണ്ടുപിടിച്ചു, മറ്റൊരു രാജ്യം അത് കണ്ടുപിടിച്ചു അല്ലെ, അങ്ങനെ പരസ്പരം മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതിനകത്ത് കൂടുതൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആണവായുധങ്ങളൊക്കെയാണ്, അതായത് റേഡിയോ ഐസോട്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതും ഒരു ത്രെട്ട് ആയിട്ട് വരാറുണ്ട്. ദെൻ കോൺകറിംഗ് ഓഫ് ദ ഔട്ടർ സ്പേസ്, അതുപോലെ തന്നെ ബഹിരാകാശം കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട്. ബഹിരാകാശത്ത് നമുക്കറിയാം ഒരു സ്പേസ് ഉണ്ട് അല്ലെ, എല്ലാവരും തന്നെ പല രാജ്യങ്ങൾക്ക് പല ബഹിരാകാശ എന്താ പറയാ ഒരു ഔട്ടർ സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അമേരിക്കക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്കുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ, ഇന്ത്യക്കുണ്ടെന്നാണ് തോന്നുന്നത്. അമേരിക്കക്കുണ്ട്, ചൈനക്കുണ്ട്, അങ്ങനെ കുറെ അധികം രാജ്യങ്ങൾക്ക്, ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു ബഹിരാകാശ അല്ലെങ്കിൽ ഒരു ഔട്ടർ സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ചില സമയത്ത് ഭൂമിക്ക് എന്താ പറയാ അനുയോജ്യമല്ലാതെ വരാം, അല്ലെങ്കിൽ ത്രെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ത്രെട്ട് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ വളരെ ചെറുപ്പത്തിലൊക്കെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നല്ല രീതിയിൽ വായിച്ചു മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഞാൻ എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാല് 6ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ എത്ര ചാപ്റ്റർ എടുത്തു? പാർട്ട് 4 എടുത്തായിരുന്നോ? ഇല്ല പാർട്ട് 4 ആരും എടുത്തിട്ടില്ല, അശ്വതി മിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പോ 6ാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ ഇനി എടുക്കുന്നത്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കേട്ടോ. ഒന്ന് എടുത്ത് വെക്കുക നിങ്ങള്. ഓക്കെ, ഒന്ന് വായിക്കാം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമില് 4 ടൈപ്സ് ഓഫ് പ്രൂഫിംഗ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. കണ്ടോ നിങ്ങൾ എല്ലാവരും?
റീഡ് ചെയ്തോളൂ. താച്ച്ഡ് റൂഫിംഗ് വരെ വായിക്കാം കേട്ടോ. എന്നിട്ടൊന്ന് തമ്പ് ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തേ. ആയിക്കോട്ടെ മിസ്സേ. വായിച്ചു. Roofing. There are 4 types of roofing. RC entering. Many of the schools are with RC centering and with 1 or 2 top floors. People like to enter their kids to mostly this type of school only. B. Tile roofing. Most of the classroom of all types of schools have a tile roof only. Correlate with RC roofing, this type will be hot. Arranging the false roof may solve the problems to an extent. Sheet roofing. Sheet roofing may be a cement sheet roofing, asbestos or tin sheet roofing or light roofing. Generally, the classroom with the sheet roofing are made like sheds only. D. Thatched roofing. Through it can provide good health to a person residing under it. People normally consider the school having thatched roofing as a poor school. Apart from this, sometimes the classes are taken in the open air, possibly under trees
This can also be called tree roofing classes. ഓക്കെ, മനസ്സിലായി എന്താണ് ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചർ ആണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ചാപ്റ്ററില്. മിസ് ടാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ടാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഓലമേഞ്ഞ, ഓലമേഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ആണ്, മേൽക്കൂരയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്കൂള് ഏത് ടൈപ്പ് മേൽക്കൂരയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പോ ഫസ്റ്റ് വൺ RC സെൻട്രിങ് ആണ്. RC സെൻട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കേട്ടോ, കോൺക്രീറ്റ് കെട്ടിടങ്ങള്. നമ്മൾ പറയില്ലേ വീടിന്റെ വാർക്ക എന്നൊക്കെ പറയാറില്ലേ, കേട്ടിട്ടുണ്ടോ? വാർപ്പ്, വാർക്ക എന്നൊക്കെ പറയാറില്ലേ. എന്താണത്? കോൺക്രീറ്റ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. സിമെന്റ്, മണല്, അങ്ങനെ കുറേയധികം കമ്പി, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ബിൽഡിംഗ് ആണ് RC സെൻട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എല്ലാ സ്കൂളുകളും RC സെൻട്രിങ് റൂഫിംഗ് ആണ് അല്ലെ. മെജോറിറ്റിയും സ്കൂളുകള് അല്ലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ലേ നമ്മൾ കാണുന്നത്. 2-3 നിലകളുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. ദാറ്റ് ഈസ് RC സെൻട്രിങ്. ഓക്കെ, സിമെന്റും മണലും കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് വാർക്കുന്നത്. ദാറ്റ് ഈസ് RC സെൻട്രിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മെജോറിറ്റി ഓഫ് ദി സ്കൂളും എന്താണ്? ഈ ഒരു ഇത്തരത്തിലുള്ള സ്കൂളാണ്. ഇത്തരത്തിലുള്ള സ്കൂളുകളിലേക്കാണ് പാരന്റ്സിന് കൂടുതൽ കുട്ടികളെ വിടാനായിട്ട് ഇഷ്ടം. കാരണം എന്താ? കുറച്ചും കൂടി സ്ട്രോങ് ആണ് അല്ലെ. മറ്റേ ഓടിട്ട കെട്ടിടങ്ങളല്ല, ഓലമേഞ്ഞ കെട്ടിടങ്ങളല്ല അല്ലെ, കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് പാരന്റ്സിന് ഈ സ്കൂള് സേഫ് ആണെന്നാണ് അവര് കരുതുന്നത്. സേഫ് ആണ്. മറ്റുള്ള ബിൽഡിങ്ങിനെയൊക്കെ അപേക്ഷിച്ച് മറ്റുള്ള കെട്ടിടങ്ങൾ, ഓലമേഞ്ഞ കെട്ടിടം, ഓടുമേഞ്ഞ കെട്ടിടം, ഇതിനൊക്കെ അപേക്ഷിച്ച് എന്താണ് കുറച്ചും കൂടി സ്ട്രെങ്ത് തരുന്നതാണ് എന്ത് RC സെൻട്രിങ് റൂഫിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതാണ് ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈല് മേൽക്കൂരയാണ് അല്ല. നമ്മള് ഓടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചില കെട്ടിടങ്ങൾ, ചില വീടുകളൊക്കെ കണ്ടിട്ടില്ലേ ടൈൽ റൂഫിംഗ് ഉള്ളത്? നല്ല മിനുസം ഓട് പോലെയാണ് പുറമേ തോന്നുക അല്ലെ. പക്ഷെ അതിന്റെ സ്ട്രക്ചർ കുറച്ചും കൂടി മിനുസം ഉണ്ടാവും അതിന്. ആ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ RC സെൻട്രിങ്ങിനെ അപേക്ഷിച്ചതിൽ കുറച്ച് ചൂട് കൂടുതലായിരിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. മറ്റു കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, പിന്നെ ഇതിന് വില കൂടുതലായിരിക്കുള്ളൂ. പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും കാണാനായിട്ട് അത്തരത്തിലുള്ള വീടുകൾ എന്ന് പറഞ്ഞാല്. ഓക്കെ, അതാണ് ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നത്. ഇനി ഷീറ്റ് റൂഫിംഗ് നമുക്കൊന്ന് നോക്കാം. ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ പറയാ, സിമെന്റ് അതായത് ചില ഓടും അല്ല കോൺക്രീറ്റും അല്ല. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പോയി വീട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാല് വളരെ കോസ്റ്റ് കുറഞ്ഞതും എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റൂഫിംഗ് ആണ് ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞാല്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കുള്ളൂ. കണ്ടിട്ടുണ്ടോ? ചിലപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള ഷെഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതായിരിക്കും. ഇതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലുണ്ട്, ഫ്രണ്ടിൽ ഫുള്ള് ഷീറ്റ്. അപ്പൊ അത് ഭയങ്കര സൗണ്ട്. അതുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇതാണ് ഷീറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് താച്ചഡ് റൂഫിംഗ് ആണ്. താച്ചഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഗുഡ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. താച്ചഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഓലമേഞ്ഞ കെട്ടിടങ്ങളാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പണ്ട് അല്ലെ, ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിലൊക്കെ കുട്ടികള് വന്നിരുന്ന് പഠിക്കുന്നത് ഗുരുക്കന്മാരുടെ വീട്ടിലാണ്. അപ്പൊ അവരുടെ വീടുകളൊക്കെ എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ ഓലമേഞ്ഞ വീടുകളായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളെ ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതിനെ പുവർ സ്കൂൾ ആയിട്ടാണ് കണക്കാക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്കൂളുകൾ ഇപ്പൊ ഇല്ല. അപ്പൊ ഉണ്ടെങ്കിൽ അതിനെ പുവർ സ്കൂൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ,
ഇനി അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ മാറി ചില സമയത്ത് ചില ക്ലാസ്സുകൾ ഓപ്പൺ എയറിൽ മരത്തിന്റെ കീഴിലൊക്കെ ഇരുന്ന് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഇതിനെ ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്നാണ് പറയുക. ഇല്ലേ, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ മരത്തിന്റെ ചില സബ്ജക്റ്റുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മരത്തിന്റെ തണലിലിരുന്ന് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണത് ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ റൂഫിങ്ങിനെ പറ്റി? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫ്ലോറിംഗ് ഒന്ന് നോക്കാം. ഒരാളൊന്ന് വായിക്കൂ കേട്ടോ. ഫ്ലോറിംഗും വായിക്കൂ, സൈഡ് വാളും വായിക്കൂ, ബ്ലാക്ക് ബോർഡും വായിക്കൂ കേട്ടോ. Flooring, whatever may be the roofing, the flooring is normal to be in cement. The mud flooring, even if it is treated by cow dung, will make the legs and dress of the students dirty. So a lot of problems arise in it, though Madam Montessori insists the students sit on the floor. Parents expect only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. Side walls. Sure. For the Indian atmosphere, that too generally in planes, the fully covered, that too with closed door type of classrooms are not advisable. Specifically for the primary and pre-primary classes, the parapet wall is enough. Blackboard, generally there are 5 types of blackboards in use today. The wall-made board, the board was made in the wall itself by the cement plastering. The advantage of this board is we do not want to remove the board. The disadvantage is we cannot remove the board. Second one, wall fixed board. Mostly wooden, linoleum or plywoods are used in this kind. This can be removed and fixed anywhere. Third one is stand board. Remove the stand and use a fixed board as well as a set board because it is very risky. Check if the boards are hard fixed or not. And the fourth one is rolling board. This is not a perfect board at all. We may use it for temporary purposes till we get a permanent board. The last one is screen board. It's for both the purpose. A screen which is also used as a board. Using the blackboard. When the teacher is writing, she should be 900 with the board. Only half it should be moved, but not full body with the legs. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഫ്ലോറിംഗ് നോക്കാം അല്ലെ. അപ്പൊ നമ്മളിപ്പോ റൂഫിങ്ങിന്റെ കാര്യം പറഞ്ഞ്, ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് സിമെന്റ് കൊണ്ടാണ് ചെയ്യുന്നത്, ആണോ? നമ്മുടെ തറ സിമെന്റ് അല്ലേ? വേറൊരു പേര് കൂടി പറയുമല്ലോ ഇതിനെ, ഒരു പേരും കൂടി പറയാറുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് നമുക്കറിയാം ടൈലാണ് വിരിക്കുന്നത് അല്ലെ. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു പണ്ടത്തെ സ്കൂളൊക്കെ ഫ്ലോറിംഗ് ചെയ്യുന്നത്? അതെ അല്ലേ? ഇവിടെ വേറെ എന്തോ ഒരു പേര് പറയും. അതെ അതെ, റെഡ് കളറാ, അതാണ്. നമുക്ക് റെഡ് ഓക്സൈഡ് എന്ന് പറയും. റെഡ് ഓക്സൈഡ്. ഓക്കെ, അപ്പൊ സിമെന്റ് ഫ്ലോറിംഗ് ആണ് കൂടുതലായിട്ട്. പിന്നെ പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ ആണെങ്കിൽ മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അമ്മമാരൊക്കെ ചാണകം മെഴുകുന്നത് വീട്ടില്, പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ അല്ലെ, ചാണകം കൊണ്ട് ഉള്ള മെഴുകിയിട്ടുള്ള ചില വീടുകൾ അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ബാഡ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞാല് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചാണകമാവാനായിട്ട് സാധ്യതയുണ്ട്, ചൗടകമാവാനായിട്ട് സാധ്യതയുണ്ട്. അതിനെ തുടർന്ന് കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ മാഡം മോണ്ടിസോറി എപ്പോഴും കുട്ടികളെ നിലത്തിരുത്തി പഠിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ. ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, താഴെ ഇരുന്ന് പഠിപ്പിക്കാനല്ലേ മാഡം മോണ്ടിസോറിക്ക് ഇഷ്ടം. ഓക്കെ, പക്ഷെ പാരന്റ്സ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് അവര് ചെയറിൽ അല്ലെങ്കിൽ ഒരു ഡെസ്ക് ബെഞ്ചിൽ ഒക്കെ ഇരിക്കണം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ തറയിൽ നിന്ന് പഠിക്കാനാണ് മാഡം മോണ്ടിസോറി കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഫർണിച്ചർ ഒക്കെ അവൈലബിൾ അല്ലെങ്കിൽ താഴെ ഇരുന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു എന്താ പറയാ കാർപ്പറ്റോ കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് വേണം കുട്ടികളെ അതിനകത്ത് ഇരുത്താനായിട്ട്. അല്ലെങ്കിൽ കൗടങ്ങ് ഇതായിട്ടുള്ള ഫ്ലോറുകളാണെങ്കിൽ അത് കുട്ടികളുടെ ദേഹത്ത് ഡ്രസ്സിലൊക്കെ ആവാനുള്ള ചാൻസ്
കൂടുതൽ ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? then അടുത്തത് സൈഡ് വാൾസ് ആണ് കേട്ടോ. സൈഡ് വാൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ക്ലാസ്സുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം അല്ലെ, നീക്കാനൊക്കെ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉണ്ടാവും അല്ലേ? സ്ക്രീൻ ആണ് കേട്ടോ. അതായത് സൈഡ് വാള് ക്ലാസ്സുകളെ തമ്മിൽ വേർതിരിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. എസ്പെഷ്യലി പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി ക്ലാസ്സിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഉണ്ട്. നമുക്ക് 5 തരത്തിലുള്ള ബ്ലാക്ക് ബോർഡ് ആണ് ഉള്ളത്. അതിനകത്ത് ആദ്യത്തേതാണ്. അപ്പൊ 5 തരമുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 types ഓഫ് ബ്ലാക്ക് ബോർഡ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് വാൾമേഡ് ബോർഡ് എന്ന് പറയുന്നത്. വാൾമേഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് board was made in the wall itself by the cement plastering. The advantage of this board is we do not want to remove the board. This advantages is we cannot remove the board. ഈ വാൾമേഡ് ബോർഡ് എന്ന് പറഞ്ഞാല് നമ്മള് അതായത് കെട്ടിടം പണിയുന്ന സമയത്ത് തന്നെ ബോർഡിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കും. എന്നിട്ട് ബോർഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫിറ്റ് ചെയ്യും. പണിയുന്ന സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ബിൽഡിംഗ് എപ്പോഴാണോ അവരത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ബോർഡ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്കത് ഇളക്കി മാറ്റാനായിട്ട് പറ്റില്ല. ചില കോളേജുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ, കോളേജുകളില് സാറുമാരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വലിയൊരു ബോർഡാണ് അല്ലെ. അതെന്താണ്? വാൾമേഡ് ബോർഡാണ്. കാരണം അത് ഭിത്തിയില് എന്ത് ചെയ്തിരിക്കുവാണ്, ഒട്ടിച്ചേർന്നിരിക്കുവാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അത് മൂവ് ചെയ്യണമെങ്കിൽ ആ കെട്ടിടം പൊളിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഭിത്തിയില് കുറച്ച് സ്പേസ് ചുമരിന്റെ വാളില് ഭിത്തിയിൽ കൊടുക്കും. ആ സ്പേസില് ഈ ബോർഡിനെ അവിടെ എന്താ പറയാ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ വാൾമേഡ് ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇത് നമുക്കറിയാം സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ. സിമെന്റ് കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. അതിന്റെ മിശ്രിതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോർഡ് നിർമ്മിക്കുന്നത്. വേറൊരു വസ്തുക്കളും ഇതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. കോൺക്രീറ്റ് തന്നെ മിശ്രിതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുക കേട്ടോ. ഇനി അടുത്തത് വാൾ ഫിക്സഡ് ബോർഡാണ്. വാൾ ഫിക്സഡ് ബോർഡ് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാല് വുഡൻ ലിനോലിയം അല്ലെങ്കിൽ പ്ലൈവുഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഭിത്തിയില് ഒട്ടിച്ചേർന്നിരിക്കുന്ന ബോർഡാണ്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തല്ല, കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വാളിന് ഫിറ്റ് ചെയ്യുന്ന ബോർഡാണത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. റിമൂവ് ചെയ്തവരടുത്ത് നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ പ്ലൈവുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിനോലിയം ആയിരിക്കാം. നമുക്ക് ഒരിടത്ത് ഭിത്തിയിൽ നമ്മള് അത് ഇപ്പൊ സ്ക്രൂ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഇളക്കി എന്ത് ചെയ്യാം, അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വാൾ ഫിക്സഡ് ബോർഡ്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡ് ബോർഡ് ആണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാൻഡ് ഉണ്ടാകും, അതിന്റെ മേലെ ആയിരിക്കും ബ്ലാക്ക് ബോർഡ് വെച്ചിട്ടുണ്ടാവുക അല്ലെ. അതിനകത്തായിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് റിസ്കിയാണ്. കാരണം ഇളകി ഈ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ സ്റ്റാൻഡ് ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ ഇടത്തെ കൈ സൈഡിൽ പിടിക്കണം, എന്നാൽ നിങ്ങൾക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാലൻസിങ് കിട്ടില്ല. ഇളക ബോർഡ് കണ്ടിട്ടുണ്ടോ? ടീച്ചറുടെ ഇടത്തെ കൈ എന്ത് ചെയ്യണം, ബോർഡിൽ നമ്മൾ പിടിക്കണം. അപ്പൊ ഇളക്കിയൊക്കെ വീണ് കഴിഞ്ഞാൽ താഴെയൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. കാലുമൊക്കെ വന്ന് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡ് ബോർഡ്. ഓക്കെ, ഇനി അടുത്തതാണ് റോളിംഗ് ബോർഡ്. റോളിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ബോർഡ് അല്ല. ഇത് ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ TTC ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ്, BEd ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ സ്കൂളില് താൽക്കാലികമായിട്ട് ജസ്റ്റ് ആയിട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഈ ബോർഡാണ് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ചുരുട്ടാനായിട്ട് പറ്റും, റോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് റോൾ ചെയ്തിട്ട് സ്കൂൾ എത്തുമ്പോൾ ക്ലാസ് എത്തുന്ന സമയത്ത് ഇത് നിവർത്തി ഹാങ് ചെയ്തിട്ടാൽ മതി. ദാറ്റ് ഈസ് റോളിംഗ് ബോർഡ്.
ബോർഡ്. മനസ്സിലായോ? ഒരു ചാർട്ട് പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ ഹാങ് ചെയ്യുന്ന ഭാഗത്ത് ഒരു കൈപ്പിടി പോലെയൊക്കെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ കൂടുതലും, അതായത് ടെമ്പററി ആയിട്ടുള്ള ടീച്ചേഴ്സ്, ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബോർഡാണിത് റോളിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സ്ക്രീൻ ബോർഡ് ആണ്. സ്ക്രീൻ ബോർഡ് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് സ്ക്രീൻ ബോർഡ്. എന്താ പ്രത്യേകത? എന്തിന്റെ സഹായത്തോടു കൂടിയാണ് സ്ക്രീൻ ബോർഡ് പ്രവർത്തിക്കുന്നത്? പവർ പോയിന്റ് ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് അല്ലെ? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ടല്ലേ ആണ്? യെസ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എന്താ പറയാ സംവിധാനമാണ് എന്ത് സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോർഡാണ് എന്ത് സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് തൊട്ടിട്ട് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് അതുവരെ ഒന്ന് വായിക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്തേ. Using the blackboard. When the teacher is writing, she should be 900 with the board. Only her hip should be moved, but not the full body with the legs. Cover the body completely while writing in the blackboard. The teacher should not show the back to students when she is writing. She should always write column after column. The width of the column should be less than the reachable point of that writing hand. Rub the board always after use. ഒരു സെക്കൻഡ്. അവിടെ 900 എന്നല്ല കേട്ടോ, 90 ഡിഗ്രി ആണ് കേട്ടോ. അത് ഡൗട്ട് ഉണ്ടായിരുന്നു മിസ്, എന്താ ഇങ്ങനെ വന്നു? 900 അല്ല, 90 ഡിഗ്രി ആണ്. അതൊന്ന് മാറ്റാം കേട്ടോ, കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഈ PDF-ല്. 90 ഡിഗ്രി എന്നാക്കുക. How to arrange the blackboard? If it is the normal light, it should not be from the back side of the board or particularly from the opposite of the board. Side lighting is preferable, that too not from both sides. Glare may come. If it is electrical lighting, tube lights are preferable since spreaded lighting will be there. Focus or spotlight will give glare. The board should not be kept on the floor. Even if it is LKG, backbenches students cannot see the lower parts of the board if it is kept on the floor. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡും ടീച്ചറും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടീച്ചറിന്റെ ഹിപ്പ് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. പക്ഷെ ഫുൾ ബോഡി ലെങ്സ് എന്ത് ചെയ്യാൻ പാടില്ല, മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഹിപ്പ് മൂവ് ചെയ്യാം. ഫുൾ ബോഡി ലെങ്സ് മൂവ് ചെയ്താൽ എന്താ പറ്റുക? ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റുമോ കുട്ടികൾക്ക്?
എങ്ങനെയാണ് ടീച്ചർ എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലേ, ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള് ടീച്ചേഴ്സ് എഴുതുന്ന രീതി? ബ്ലാക്ക് ബോർഡിന്റെ അവിടെ നിൽക്കും, കുറച്ച് ഭാഗം ചരിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ ആംഗിൾ ആണ് 90 ഡിഗ്രി കേട്ടോ. ബ്ലാക്ക് ബോർഡും ടീച്ചറും തമ്മിലുള്ള ആ ഒരു ആംഗിൾ ആണ് 90 ഡിഗ്രി. പിന്നെ ഹിപ്പ് കുറച്ച് ചരിച്ചിട്ടായിരിക്കും വെക്കുന്നത്. ഫുൾ ഹോൾ ബോഡി അല്ലെങ്കിൽ ലെങ്സ് ഒന്നും എന്ത് ചെയ്യില്ല, അതിനനുസരിച്ച് ചലിപ്പിക്കില്ല. ചലിപ്പിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് കുട്ടിക്ക് കാണാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? കുട്ടികൾ പറയാറുണ്ട് ചില സമയത്ത് ടീച്ചറെ കാണാൻ പറ്റുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഫുൾ ബോഡി മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് കാണാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് കവർ ദ ബോഡി കംപ്ലീറ്റ്ലി വൈൽ റൈറ്റിംഗ് ഇൻ ദ ബ്ലാക്ക് ബോർഡ്. ദ ടീച്ചർ ഷുഡ് നോട്ട് കവർ ദ ബോഡി കംപ്ലീറ്റ്ലി, അതായത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക, ബോഡി ഫുൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കാറുണ്ടോ? ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ടല്ലേ പൊതുവെ, അല്ലെ? മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാറുണ്ടല്ലേ? മുമ്പൊക്കെ സാരി ആയിരുന്നു, ഇപ്പൊ കൂടുതലും ചുരിദാറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി കവറിംഗ് ബോഡിയാണ്. പിന്നെ ദ ടീച്ചർ ഷുഡ് നോട്ട് ഷോ ദ ബാക്ക് ടു സ്റ്റുഡൻസ് വെൻ ഷീ ഈസ് റൈറ്റിംഗ്. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് ബാക്ക് ആ ഒരു പോർഷൻ കാണിക്കാതെ വേണം നമ്മള്, ഹിപ്പ് മാത്രം, അതായത് ഒരു സൈഡിലോട്ട് നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ എഴുതാനായിട്ട്. നടുവിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിഡിലിൽ നിന്ന്, ബോർഡിന്റെ മിഡിലിൽ നിന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അപ്പൊ നമ്മളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, എഴുതുന്ന കാര്യം കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ചരിഞ്ഞു നിന്ന് എന്ത് ചെയ്യുക, എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, ഷീ ഷുഡ് ഓൾവേസ് റൈറ്റ് കോളം ആഫ്റ്റർ കോളം. ദ വിഡ്ത് ഓഫ് ദ കോളം ഷുഡ് ബി ലെസ് ദാൻ ദ റീച്ചബിൾ പോയിന്റ് ഓഫ് ദാറ്റ് റൈറ്റിംഗ് ഹാൻഡ്. അതായത് ഓരോ സൈഡിൽ, അതായത് ബോർഡിൽ എഴുതുന്ന ഓരോ വശമുണ്ട് അല്ലെ, ലെഫ്റ്റ് സൈഡ് ഉണ്ട്, മിഡിൽ ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട് അല്ലെ, ബോർഡിൽ അങ്ങനെ വശങ്ങളില്ലേ, അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. ഒരു പോർഷനിൽ എഴുതി കഴിഞ്ഞിട്ട് മറ്റേ പോർഷനിൽ എഴുതുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പോർഷനിൽ എഴുതുക. അപ്പൊ ആ ഒരു രീതിയിൽ എഴുതി പോവാം. അപ്പൊ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. പിന്നെ റബ്ബ് ദ ബോർഡ് ഓൾവേസ് ആഫ്റ്റർ യൂസ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ക്ലാസ്സിലേക്ക് വന്നു ബ്ലാക്ക് ബോർഡിൽ എഴുതി ക്ലാസ് വിട്ടു പോകുന്ന സമയം അത് മായ്ച്ചു കളയാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ മായ്ക്കും, അല്ലെങ്കിൽ അടുത്ത ടീച്ചർ ഒന്നും മായ്ക്കും. അതൊക്കെ എന്താണ്, ഒരു മോശം ക്യാരക്ടറാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികൾ വിട്ടിട്ട് പോകാൻ പാടില്ല. അടുത്ത ടീച്ചർ വന്നാല് അവരെന്ത് ചെയ്യണം, അത് റബ്ബ് ചെയ്തിട്ട് വേണം അവർ എഴുതാൻ. അപ്പൊ അവര് വിചാരിക്കില്ല ഇത് ആരാണ് ഈ എഴുതി പോയതെന്ന് വിചാരിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എഴുതിയിട്ടുണ്ടോ നമ്മളത് റബ്ബ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. 27-ാം തീയതി പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെന്ന് എപ്പോഴാണ് മെസ്സേജ് വന്നത്? ഈ അടുത്താണോ, ഇന്നലെയാണോ? ചൊവ്വാഴ്ച വന്നിട്ടുണ്ട് മിസ്സേ. ചൊവ്വാഴ്ചയാണ്. അപ്പൊ എത്ര പേരുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഇപ്പോ? എണ്ണം എത്രയായിട്ടുണ്ട്? മിസ് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങള് 2-3 പേരെ അല്ല, പറഞ്ഞിട്ടുള്ളൂ. ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ആണോ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ആണോ നിങ്ങൾ ഈ പറയുന്നത്? ഓഫ്ലൈൻ. ഓഫ്ലൈൻ. അതെയോ? അപ്പോ 2 പേരുള്ളതെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. 20-ാം തീയതി കൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അതെ, അത്രയും പേര്, ഞാനും ശ്രുതിയും മാത്രമേ പോവാന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. വേറെ ആരും ഒന്ന് പിന്നെ തയ്യാറായില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോ വേറെ ആരൊക്കെയാണ് വരുന്നതെന്ന്? മിസ് ചോദിച്ചു, വോട്ടിംഗ് ഇട്ടായിരുന്നു. അപ്പം എല്ലാരും നോന്നാ ഇട്ടേക്കുന്നത്. ഞങ്ങള് 2 പേരും മാത്രമേ എസ് ഇട്ടിട്ടുള്ളായിരുന്നു. 2 പേര് വെച്ച് ഓഫ്ലൈൻ നടത്തുമോ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. 27-ാം തീയതി നടത്തുന്നു. നിങ്ങൾക്ക് മെസ്സേജ് വന്നായിരുന്നു 27-ാം തീയതി ആണെന്ന് പറഞ്ഞ രണ്ടാമത് ഞങ്ങൾക്ക് ചൊവ്വാഴ്ച മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ PR വിളിച്ചിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ചന്റെ അന്ന്. അപ്പൊ അവര് പറഞ്ഞത് 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തലേ ദിവസത്തിന്റെ മുന്നേ ഇത് എന്താ പറയാ, അഡ്മിഷൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഈ മെസ്സേജ് കണ്ടപ്പം പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം 27-ാം തീയതി ആണെങ്കിൽ അതിന്റെ മുന്നേ ആയിട്ട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞ. വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് പേര് അവരുടെ ആദ്യം പറയണം എന്ന് പറഞ്ഞു, എത്ര ആള് വരും എന്നുള്ളത്. കമ്പൈൻഡ് ക്ലാസ് ആണോ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. വേറെ ബാച്ച് ഉണ്ടോ എന്ന് അറിയില്ല, കാരണം കുറവ് കുട്ടികളെല്ലാം ഉള്ളൂ. അപ്പൊ അതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, മിസ് 27-ാം തീയതി കുറച്ച് പേരൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറച്ച് പേര് കൂടി ആൻസർ മാറി അല്ലേ? എന്നാലും 10 പേരിനുള്ളിലൊക്കെ കാണും. എത്ര പറഞ്ഞ അത്രയൊക്കെ ആയാലും അത്ര തോനെ ആൾക്കാരില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അടുത്ത വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വ്യാഴാഴ്ച ഇത് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഒരു ശനിയാഴ്ച ഞാൻ സ്പെഷ്യൽ ക്ലാസ് വെക്കും കേട്ടോ. നമുക്ക് ചാപ്റ്റർ തീർക്കണം. പിന്നെ കുറച്ച് പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. ബാക്കി പോർഷൻസ് ഒക്കെ അപ്പൊ അപർണ മിസ് ആണോ എടുക്കുക അല്ലേല് അത് അപർണ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്റർ എടുക്കാനുണ്ട്, പിന്നെ 7, 8, 9 അല്ലെ? ഈ 4 ചാപ്റ്റർ അല്ലേ ഇനി എടുക്കാനുള്ളൂ? അതെ. അപർണ മിസ് ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും തന്നിട്ടില്ല. പാർട്ട് 4 ഒരു മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല അല്ലെ? തരാം. ഇന്ന് എന്തായാലും ഞാൻ കൊടുത്തേക്കട്ടെ. ഞാൻ മറന്നു പോകും, അതാണ് പ്രശ്നം. എന്തായാലും കൊടുത്തേക്കാം. മാം ഒരു ഡൗട്ട്. മാം PG-യില് ഞാനുണ്ട്. ഞാൻ സെമിനാർ ഇതുവരെ പ്രസന്റ് ചെയ്തില്ല കേട്ടോ. അപ്പം വൈവയ്ക്ക് ചെയ്താൽ മതിയോ? വൈവയുടെ ഒന്ന് ചെയ്താൽ മതിയോ? വൈകിട്ട് ചെയ്താൽ മതി. ഇന്ന് അപർണ മിസ്സിന്റെ ഇതില് ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. സെമിനാർ ചെയ്യാത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. മെസ്സേജ് വന്നു. ഞാൻ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് ഇല്ലെന്നാ പറഞ്ഞേ. മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ മെസ്സേജ് വന്നല്ലോ ഇന്ന് ഉച്ചയ്ക്ക് അപർണ മിസ്സിന്റെ ഇതുണ്ട്. അപർണ മിസ്സിന്റെ സെമിനാർ എടുക്കുവാനുള്ള കുട്ടികൾ ഇനി തരുന്ന ടൈം തന്നെ വന്ന് സെമിനാർ എടുക്കേണ്ടതാണ്. ഒരു കുട്ടിക്ക് 10 മിനിറ്റ് ആണ് സമയം. 10 മിനിറ്റിൽ തന്നെ നിങ്ങളുടെ ടോപ്പിക് നല്ല രീതിയിൽ അവതരിപ്പിക്കേണ്ടതാണ്. അതിൽ കൂടുതൽ സമയം അനുവദിക്കുന്നതല്ല. നാളത്തെ 18/6 ഉച്ചയ്ക്ക് ടൈം 12 മണി മുതൽ 1 മണി വരെയാണ്. അപർണ ടീച്ചർ ആയിരിക്കും. ഇത് മെസ്സേജ് ആണ് മിസ്സേ, ഞാൻ വായിച്ചു. അപർണ മിസ്സിന്റെ ടോപ്പിക് ആണോ പ്രവീണ എടുക്കാനുള്ളത്? ആന്ന് മാം. അപ്പൊ ഒന്ന് കേറി നോക്കുവന്ന 12 to 1 കേട്ടോ. ആ സമയത്ത് ഒന്ന് എടുക്കും. എന്തായാലും മെസ്സേജ് വന്നതല്ലേ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച കാണാം. വ്യാഴാഴ്ച ക്ലാസ് ഇല്ലെങ്കിൽ ശനിയാഴ്ച ക്ലാസ് വെക്കുന്നതാണ്. അതിന്റെ അടുത്ത ശനിയാഴ്ച, അതായത് നെക്സ്റ്റ് വീക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഫിനിഷ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. എന്താണ് പ്രാക്ടിക്കലിന്റെ കാര്യം പറഞ്ഞില്ല. 2 ഇനി നമുക്കുണ്ട്. അത് എന്നാന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ശനിയാഴ്ച വെക്കാൻ പറ്റില്ല പ്രാക്ടിക്കൽ ആണെങ്കിൽ അല്ലെ? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ക്ലാസ് ഓൺലൈൻ ആയിട്ടുള്ള ഓൺലൈനിന്റെ പ്രാക്ടിക്കല് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും. എങ്ങനെയാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ അറിഞ്ഞിട്ടില്ല. 20-ാം തീയതി ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് അറിയുന്നേ. അന്ന് ചോദിക്കട്ടെ കേട്ടോ. എന്തായാലും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.